ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണ സരയു രാഹുലിന്റെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ. ഹലോ അച്ഛനിപ്പോൾ എവിടെയാ? അതെന്തിനാ നീ അറിയണത്? എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതല്ലേ അപ്പോൾ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷേ എനിക്കൊരു സമാധാനമില്ല. അച്ഛനിപ്പോൾ എവിടെയാ? ഞാനിവിടെ അടുത്തന്നെ ഹോട്ടലിലുണ്ട്. അല്ല, നീ ഇപ്പം എന്താ വിളിച്ചത്? എനിക്കൊരു സമാധാനമില്ല എൻ്റെ ജീവിതം വഴിവിട്ട് എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊക്കെ തലക്ക് പ്രാന്തുടിക്കുകയാണ്. ഞാനല്ല എൻ്റെ സ്ഥാനത്ത് ഏത് പെണ്ണാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രതികരിക്കുള്ളൂ. ഇത്ര നാൾ അമ്മ എന്ന് വിളിച്ചൊരു സ്ത്രീ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാവില്ലേ? അച്ഛനെ വഴിവിട്ട ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാവില്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് പ്രതികരിക്കുള്ളൂ. നീ പറഞ്ഞാലും കാര്യമുണ്ട്, പക്ഷെ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ കാര്യമില്ലേ മോളെ? അതിൽ കഴിഞ്ഞിട്ട് നീ ഇപ്പൊ എന്താ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അച്ഛൻ പറഞ്ഞ ശരിയാണ്. ഒരു കാലത്ത് ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്ന ഒരാളാ എൻ്റെ അച്ഛൻ. ഇപ്പോഴാണ് അച്ഛൻ ആകെ മാറിപ്പോയത്. അത് പണമില്ലാത്തതുകൊണ്ടല്ലേ മോളെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയത്. എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യാവോ? എന്താ മോളെ? ആ കിരണിനെയും കല്യാണിനെയും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇല്ലാതാക്കാവോ എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ജീവിതം എവിടെ എത്താതായി പോകും. അച്ഛനെ പറ്റുമെങ്കിൽ എനിക്ക് ആ സഹായം ഒന്ന് ചെയ്തതാ എന്ന് പറഞ്ഞിട്ട് സരിയ ഫോൺ വെക്കാണ്. രാഹുലും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശിനെ ഇങ്ങനെ അമ്പലമുറ്റത്ത് തന്നെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രാഹുൽ വരുന്നുണ്ട് കേട്ടോ. രാഹുൽ വണ്ടി നിർത്തിട്ട് പ്രകാശിന്റെ അടുത്തേക്ക് പോവാണ്. എടാ പ്രകാശ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രാഹുലെ എടാ ഒന്ന് കൈ പിടിച്ച് എഴുന്നേപ്പിക്കടാ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ കൈ കൊടുക്കുകയാണ്. രാഹുൽ പതുക്കെ പ്രകാശൻ എഴുന്നേപ്പിക്കുന്നുണ്ട്. എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പ്രകാശൻ പറയാണ്. അല്ലടാ നീ എപ്പോഴും ഇപ്പൊ അമ്പലമുറ്റത്ത് തന്നെയാണോ എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ അതേടാ, ഞാൻ പിന്നെ എവിടെ പോരാ? ഏത് നേരവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് ഭക്ഷണവും കിട്ടും, അതും കഴിച്ച് ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടി അങ്ങനെ ജീവിക്കും. എടാ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയുടെ നിനക്ക്. നീ എങ്ങനെ ജീവിച്ചോടാ? നിന്റെ മകൻ ജയിലിൽ കിടക്കുവാണ്. അവനെ ജയിലിലാക്കിയവരിപ്പോ പുറത്ത് സുഖിച്ച് ജീവിക്കുകയാണ്. ആ കിരണും കല്യാണിയൊക്കെ അവരെ ഇല്ലാതാക്കാനിട നിനക്ക്. എൻ്റെ മകൻ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലേ അത് അവൻ ചെയ്ത് തെറ്റുകൊണ്ടാ. അപ്പൊ നീയും ഇപ്പൊ അങ്ങനെ വിശ്വസിക്കുകയാണല്ലേടാ? അതെ, അങ്ങനെ വിശ്വസിക്കുകയാണ്. അതാണല്ലോ സത്യം. പിന്നെ നിന്റെ മോളെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. നീ എന്തു പറഞ്ഞു എന്നാ പറയണത്? അല്ല, അവളുടെ ജീവിതം ഇങ്ങനെ പോയാൽ മതിയാടാ. നിനക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളത്. അവള് ചെറുപ്പമാണ്. അവള് ഇങ്ങനെ ഒരുത്തന്റെ ഇത്ര വൃത്തികെട്ട ഒരുത്തിന്റെ കൂടെ ജീവിക്കണോ? അതുകൊണ്ട് ഞാൻ അവനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ കൂടെഴുതാത്തവനാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. എടാ നീ എന്റെ മോളുടെ ജീവിതം ശരിയാക്കാതെ നമ്മുടെ എല്ലാവരുടെ ജീവിതം ഇരുട്ടത്താക്കിയ ആ കിരണിനെയും കല്യാണിനെയും ഒക്കെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കടാ. ഇല്ലടാ, ഇനിയുള്ള ജീവിതം ഞാൻ കല്യാണി മോളെ കാണാനും അവളെ സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കണത്. കല്യാണി മോളെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ മനസ്സിങ്ങനെ വിമ്പിക്കൊണ്ടിരിക്കുകടാ. അവൾക്കൊരു മോനുണ്ട്, കല്ലുമോൻ. ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. എടാ നിന്റെ കല്യാണി മോൾക്ക് മാത്രമല്ല ഒരു കുഞ്ഞുള്ളത്, നിന്റെ മകൾ കാദംബരിക്ക് ഒരു കുഞ്ഞുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വല്ല ബോധമുണ്ടോ? ഉണ്ടടാ, ആ കുഞ്ഞിനെ ഞാൻ കണ്ടായിരുന്നു. നല്ല മിടുക്കനാ. പക്ഷെ കല്ലുമോനെ കാണാൻ ഇതുവരെ പറ്റിയില്ല. കാണണം, അവനെ എനിക്ക് കാണണം, സമ്മാനം കൊടുക്കണം എന്നൊക്കെ പ്രകാശം പറയണടാ. പ്രകാശ നീ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയല്ലോടാ. മാറി വേറൊന്നും കൊണ്ടല്ല, തിരിച്ചറിവ് കിട്ടുമ്പോഴേ മനുഷ്യർ പഠിക്കുള്ളൂ രാഹുലെ. ഞാൻ പഠിച്ചു. എൻ്റെ അമ്മ ഇതിന് മുമ്പേ നേരത്തെ മനസ്സിലാക്കി. അപ്പോഴേ അമ്മ പറഞ്ഞതാണ്, മോനെ പ്രകാശ ഇതൊക്കെ വീട്, നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. ഇനിയെങ്കിലും ഉള്ള സമയം, ഇനി എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിയില്ല, ഉള്ള ജീവിതം ഞാൻ ഇങ്ങനെ പോട്ടേടാ. ഇപ്പോൾ എപ്പോഴും നടക്കണോണ്ടാണെന്ന് അറിയില്ല. ഹൃദയത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്ന് പറയാണ്. ഞാനൊന്നും പറയണേ നിന്റെ അടുത്ത്. നിന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ. പിന്നെ നിന്റെ മനസ്സ് എപ്പോഴെങ്കിലൊക്കെ മാറാണെങ്കിൽ നീ എന്നെ വിളിക്ക്. അപ്പൊ നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണോന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോവാണ്. രാഹുൽ പോയി പ്രകാശൻ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണിനെയും കല്യാണിനെയാണ്. കിരൺ കല്യാണിനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, പെൺമക്കളിൽ കാദംബരി എടുത്താണ് അയാൾ കുറച്ചെങ്കിലും അലിവ് കാണിച്ചിട്ടുള്ളത്. നിനക്ക് കന്നിവെള്ളം തന്ന സമയത്ത് കാദംബരിക്ക് കന്നിന്റെ ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിരണേട്ടൻ പറഞ്ഞ ശരിയാണ്. കാദംബരി ചേച്ചിക്ക് കുറച്ചെങ്കിലും അയാൾ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്നേഹം കാദംബരിക്ക് അയാളോടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നിന്നത്. പക്ഷെ സൂക്ഷിക്കണം അയാളെ എന്ന് കിരൺ പറയുമ്പോൾ എനിക്കറിയാം കിരണേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കാദംബരി ചേച്ചി എടുത്ത് അയാളെ സൂക്ഷിക്കണമെന്ന്. എന്തായാലും രതീഷേട്ടൻ അയാൾ അകത്ത് കേട്ടില്ല. കാദംബരി ചേച്ചി അതന്നെയാ പറഞ്ഞത്, ഇനി അകത്ത് കയറ്റില്ലെന്ന്. അത് കഴിഞ്ഞും വന്നായിരുന്നല്ലോ, അവരകത്ത് കയറ്റിയൊന്നുമില്ല. അങ്ങനെ വേണം. അയാളുടെ ഉദ്ദേശം എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പതുക്കെ സ്നേഹത്തോട് അടുത്ത് കൂടിയിട്ട് എല്ലാവരും ഇല്ലാതാക്കണം. അതാണ് അയാളുടെ ഉദ്ദേശം. എങ്കിലല്ലേ ജയിലിൽ കിടക്കുന്ന അയാളുടെ മകന് സന്തോഷമാവുള്ളൂ. ജയിലിൽ കിടക്കുന്ന മകൻ അവൻ പുറത്തിറങ്ങിയാലും എന്തിലൊക്കെ തെറ്റ് ചെയ്തിട്ട് വീണ്ടും ജയിലിൽ പോകും. അവൻ ഇപ്പൊ ജയിലായിട്ട് ഇണങ്ങിയല്ലേ കിരണേട്ട. അങ്ങനത്തെ ആൾക്കാർ അങ്ങനെയുണ്ട് കിരണേട്ട കുറച്ച് ആൾക്കാർ എന്ന് കല്യാണി പറയാണ്. അത് നീ പറഞ്ഞ ശരിയാ കല്യാണി. കുറച്ച് ആളുകളുണ്ട്, വേറെ കിടപ്പാടൊന്നും ഇല്ല. ജയിലിൽ കിടന്ന
കിടന്നാലും കുഴപ്പമൊന്നുമില്ല, 3 നേരവും 4 നേരം ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ, കുറച്ച് പണിയെടുത്താൽ മാത്രം പോരെ. അങ്ങനത്തെ ഒരുത്തനാ ഇപ്പൊ വിക്രവും. എന്തായാലും പ്രകാശൻ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കാൻ കൊള്ളില്ല. ഏത് തരത്തിലും അയാൾ ഇനിയും നമ്മളെ കാണാൻ വരും. പക്ഷെ കയ്യിൽ എന്തെങ്കിലും ആയുധം ഉണ്ടോന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് കിരണേട്ടാ. അയാൾ എന്തായാലും ഞാൻ അടുപ്പിക്കില്ല എന്ന് കല്യാണിയും പറയണം. അങ്ങനെ കല്യാണിനെ ചേർത്ത് പിടിക്കാട്ടോ നമ്മുടെ കിരണ്. അതിനുശേഷം കാണിക്കുന്ന പ്രകാശനെയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്ക് പ്രകാശ് റോട്ടിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും പാതിരാത്രി ആവോട്ടോ. നോക്കുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. പ്രകാശൻ വേഗം കിരണിന്റെ കണ്ട ഗേറ്റിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോൾ ഗേറ്റ് ലോക്കാണ് കേട്ടോ. ഇത് ലോക്കാണല്ലോ, തുറന്ന് അകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് പ്രകാശൻ മനസ്സിൽ വിചാരിക്കുകയാണ്. പ്രകാശൻ എത്തി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. ഗേറ്റ് തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തുറക്കാനൊന്നും പറ്റുന്നില്ല. അത് ഗേറ്റ് ഫുൾ ലോക്ക് ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. ശേഷം പ്രകാശൻ പതുക്കെ മതിലിന്റെ സൈഡിലേക്ക് പോവാണ്. ചെറിയൊരു മതിലുണ്ട്. അതിലേക്കൂടി ഇപ്പൊ എങ്ങനെയെങ്കിലൊക്കെ മതിൽ ചാടി അകത്തേക്ക് കിടക്കാന്ന് പ്രകാശൻ വിചാരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ആ മതിൽ ചാടുന്നുണ്ട്. പ്രകാശൻ കാലുകളൊക്കെ പതുക്കെ പതുക്കെ വെച്ച് മതിലൊക്കെ ചാടുകയാണ്. എന്നിട്ട് വേഗം മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. പതുക്കെ ഊന്ന് പിടിച്ചിട്ട് ഊന്നി നടന്ന് പ്രകാശൻ മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. മുറ്റത്തെത്തിയ പ്രകാശൻ വരാന്തയിലേക്ക് കയറുവാണ്. അവിടെ തന്റെ ഊന്നുവടിയൊക്കെ വെച്ചതിന് ശേഷം പ്രകാശൻ അവിടെ തന്റെ പഴയ മുണ്ട് വിരിച്ചിട്ട് അവിടെ കിടക്കുവാട്ടോ. അവിടെ കിടക്കുമ്പോൾ പ്രകാശന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. തൊട്ടും അപ്പുറത്താണ് തന്റെ മകളും അതുപോലെ തന്നെ കൊച്ചുമോനൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ആ ഒരു സന്തോഷത്തിലും സമാധാനത്തിലും പ്രകാശം മുണ്ട് വിരിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുവാട്ടോ. പിന്നീട് കാണിക്കുന്ന സരയുനെയാണ്. സരയു നല്ല ഉറക്കാണ്. അങ്ങനെ മനോഹർ പാതിരാത്രി റൂം തുറന്ന് അകത്തേക്ക് വരുന്നുണ്ട്. ഹാവോ, മനോരോഗി കിടന്നുറങ്ങി എന്ന് സമാധാനിച്ച് മനോഹർ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി കിടക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ സരയു വേഗം എഴുന്നേക്കുവാണ്. അതെ, ഞാൻ ഉറങ്ങിയത് നോക്കി മനുവേട്ടൻ അകത്തേക്ക് കയറി വന്നതാണല്ലേ. എങ്കിലേ മുമ്പ് ആയിരുന്നു സരയു കൂർക്കം വലിച്ച് പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. കാരണം മനസ്സിന് ഒരു സമാധാനമില്ല. ഞാൻ മനുവേട്ടനോട് പറഞ്ഞതല്ലേ, എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകാനായിട്ട്. മീറ്റിങ്ങും കോൺഫറൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോയാൽ എന്താ, ഞാൻ അപ്പുറത്തെ റൂമിലെങ്കിലും അവിടെയെങ്കിലും ഇരുന്നൂടെ ഇരു. അപ്പൊ പറയുമ്പോൾ മനോഹർ പറഞ്ഞു, എന്റെ മോളു അങ്ങനെ മീറ്റിംഗ് കോൺഫറൻസിനൊന്നും നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞല്ലേ രാവിലെ തുടങ്ങിയ രാത്രിയേ തീരുള്ളൂ. അതിനെന്താ പ്രശ്നം? ഞാൻ ആ ഹോട്ടലിൽ വേറൊരു റൂമിൽ ഇരുന്നോളൂ അല്ലേ എന്ന് പറയുമ്പോൾ എന്റെ സരി എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ. ഇതിനൊക്കെ എന്തൊന്നും തുടങ്ങിയതല്ലേ സംശയം. അതെ, എനിക്ക് സംശയം തന്നെയാണ്. പല ആൾക്കാരും മനുവേട്ടനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വിശ്വസിക്കാതെ ഞാൻ മനുവേട്ടനെ സ്നേഹിച്ച് ഇത്ര നാൾ നിന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് പല സംശയമുണ്ട്. മനുവേട്ട, ഞാൻ മനുവേട്ടത് ഒരു മാലയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ മാല എനിക്ക് എപ്പോൾ വാങ്ങിച്ചു തരും? സരിയു, നീ പറഞ്ഞ മാല നമുക്ക് മേടിക്കാൻ സരിയു. അത് കടയിലേക്ക് പെട്ടെന്ന് പോയി കിട്ടുമൊന്നുമില്ല. ആ ഡിസൈൻ പണിയിക്കാൻ കൊടുക്കണം. 1 മാസമെങ്കിലും സമയം എടുക്കും. അത് പണിയിക്കാൻ എപ്പോൾ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചത്. അത് നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി പണിയിക്കാൻ കൊടുക്കാൻ സരിയു എന്ന് പറയാണ്. ശേഷം മനോഹർ പറഞ്ഞിട്ട് നിന്റെ ഈ സംശയം കൂടിക്കൂടി വരാണ്. ഇനി ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് വരില്ല കേട്ടോ. മനുവേട്ടന്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ കിടക്കുവാണ്. മനോഹർ അടുത്തേക്ക് സരയു വരുന്നുണ്ട്. മനുവേട്ട, എനിക്ക് മനുവേട്ടൻ മാത്രമല്ല, ഞാൻ മനുവേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോണത് എന്ന് പറയുമ്പോൾ മനു പറയണ്ട്, എന്റെ സരയു, നീ ആകെ തകർന്നു പോയി. ആ കിരണും കല്യാണി നിന്നെക്കാളൊക്കെ ഇപ്പൊ ഒത്തിരി മുകളിലാണ്. ആ ഒരു ദേഷ്യവും ആ ഒരു വാശിക്ക നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. ഞാൻ നിന്നെ ഒരു രീതിയിൽ പറ്റിച്ചിട്ട് വഞ്ചിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കണമെന്നില്ല. പക്ഷെ എന്നെ സംശയിക്കാതിരുന്നിരുന്നൂടെ എന്ന് പറഞ്ഞിട്ട് മനോഹർ കിടന്നുറങ്ങുവാട്ടോ. അസ്മിത സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ സംശയിക്കും, എന്റെ മനസ്സിലെ സംശയം മാറുന്നവരെ ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാകും എന്ന് സരയു മനസ്സിൽ വിചാരിച്ച് സരയു അങ്ങനെ കിടന്നുറങ്ങാണ്. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ദീപ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞെട്ടിപ്പോകാട്ടോ. ഇതാരായി കിടക്കണത്? രാത്രി വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടാണല്ലോ. പിന്നെ ആരാ ഈ ഗേറ്റ് തുറന്ന് അകത്ത് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാം. അടുത്തേക്ക് പോയത് പ്രകാശനെ കാണുമ്പോൾ ഞെട്ടിപ്പോട്ടെ ദീപ വേഗം തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മോളെ കിരൺ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ അമ്മേ? അതെ, ദേ മുറ്റത്തെ ഒരാൾ വന്ന് കിടക്കുന്നുണ്ട്. ആരാ വന്ന് കിടക്കണത്? അതിന് രാത്രി ഞാൻ വാതില് ലോക്ക് ചെയ്തതാണല്ലോ അമ്മേ എന്ന് കല്യാണി പറയുമ്പോ ലോക്ക് ചെയ്ത് തന്നെയാണ്. പക്ഷെ ഒരാൾ വന്ന് കിടക്കുന്നുണ്ട്, ആരാന്ന് വന്ന് നോക്ക് എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണിയും കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ ദീപ ദേ നോക്ക് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാണ്. കിരണും കല്യാണി ആകെ ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോൾ പ്രകാശൻ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.